രാവിലെ തന്നെ നമ്മുടെ മീൻകറിയിൽ നിന്ന് തുടങ്ങുകയാണ്. ഇവിടെ മീൻകറി നമ്മുടെ ഫ്രോസൺ പോലത്തെ, ഫ്രോസൺ അല്ല എക്സാക്ട്ലി, മീൻകറി, പാക്ഡ് മീൻകറി, നമ്മുടെ കേരള മീൻകറി, പിന്നെ കുബൂസ്, ഇതൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ചൈനമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും നമ്മുടെ SN ജർമ്മനിയിൽ നിന്ന് ഞാൻ സ്വാഗതം പറയുകയാണ്. ഇന്നത്തെ എൻ്റെ ഇതെന്ന് പറയുമ്പോൾ ലാലേട്ടൻ ജർമ്മനിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അധികം മമ്മൂട്ടി, ലാലേട്ടൻ അല്ലെങ്കിൽ അങ്ങനെ അധികം വലിയ ഫാനൊന്നുമല്ല, അതിൻ്റെ പേരിൽ വന്നതല്ല. ഇവിടെ നിന്നിരുന്നാലും ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അങ്ങനെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അത് ഈവനിങ് ആണ്. അതിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിച്ചു. പിന്നെ താഴെ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് കുറച്ച് മലയാളികളുടെയാണ്. അവർക്ക് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഇത് എടുത്തുകൊണ്ട് വന്നു. കുബൂസ് എടുത്ത് ഞാൻ ഇനി കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പള്ളിയിൽ പോയി. എന്ത് വെയിൽ കേട്ടോ, ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം, ഒരു വിധത്തിൽ നടക്കൂല. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ നിന്നാണ് ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ സാധനം വാങ്ങിച്ചത്. ഇവർ തന്നെയാണ് എന്നെ ഹോസ്റ്റ് ചെയ്യുന്നത്. വെൽഡ് ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. ഉള്ള ക്രസൻറ്റും ഐസ്ക്രീമും പഴമൊക്കെയാണ് കേട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിയാണ് കേട്ടോ ഈ കാണുന്നത്. ഹായ് മുതലാളി. മുതലാളി മുമ്പ് ഞാൻ കരോളയുടെ വീട്ടിൽ ഇരുന്നപ്പോൾ ഒരു ദിവസം വിളിച്ച് അതിലൂടെ പാസ് ചെയ്ത് മീറ്റ് ചെയ്തില്ല. പിന്നെ ആദ്യമായിട്ട് ഇപ്പോഴാണ് കേട്ടോ മീറ്റ് ചെയ്യുന്നത്. എന്തുണ്ട് വിശേഷം? അടിപൊളിയായിട്ട് പോകുന്നു. നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് പറഞ്ഞു, പേരും സ്ഥലമൊക്കെ. നമ്മളെ വേൾഡ് സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ കണ്ടല്ലോ. അത് നിങ്ങളെ കുറിച്ച് പറയുക ആദ്യം. ഞാൻ ഡോക്ടർ അലി. ഞാൻ ജർമ്മനിയിൽ എത്ര വർഷമായി വർക്ക് ചെയ്യുന്നത്? ഏകദേശം 12 years. 12 വർഷം. നാട്ടിലെവിടെയാ? നാട്ടിൽ നമ്മൾ മലപ്പുറം. മലപ്പുറത്ത് നമ്മൾ വേങ്ങര മണ്ഡലം ഒക്കെ കേട്ടില്ലേ? ഇവരുടേതാണ് കേട്ടോ നമ്മുടെ വേൾഡ് സൂപ്പർ മാർക്കറ്റ്. വേൾഡ് എന്നാ പറയുന്നത്, വേൾഡ് എന്നാ? വേൾഡിന്റെ നമ്മുടെ വേൾഡ് ഒരു പാറ്റൻസി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ പാറ്റന്റ് എടുക്കാൻ വേണ്ടിട്ട് ഒരു വേൾഡ് നമ്മള് സൂപ്പർ മാർക്കറ്റ്, നമ്മുടെ പുതിയ സ്റ്റോർ, നമ്മളെ താജ്മഹൽ സ്റ്റോർ വരുന്നുണ്ട്. ഇന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. ലാലേട്ടന്റെ പ്രസൻസിൽ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകും. ഞാൻ വിചാരിച്ചതാ ലാലേട്ടനെ കൊണ്ട് എന്റെ ടീഷർട്ടൊക്കെ ഒന്ന് പ്രസംഗിപ്പിക്കാൻ പറ്റുമെന്ന്. ഒന്നും നടന്നില്ല. നമുക്ക് സമയം കിട്ടിയില്ല. ഒന്നിനും സമയം കിട്ടിയില്ല. എനിക്ക് കുറെ പ്ലാനുകളുണ്ടായിരുന്നു, ബട്ട് ഒന്നും നടന്നില്ല കേട്ടോ. ഒക്കെ ശരിയാവും അല്ലേ? എല്ലാം ശരിയാവും. അതെ അതെ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പരിപാടി നടക്കുന്ന സ്റ്റേജിലോട്ട് പോവാണ്. ജസ്റ്റ് അവിടുത്തെ അരീന ഞാൻ നിങ്ങൾക്കൊന്ന് പരിപാടിക്ക് മുമ്പൊന്ന് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ലാലേട്ടൻ വരുന്ന പ്രോഗ്രാം നടക്കുന്നത്. ലാലേട്ടൻ മാത്രമല്ല, കുറേ സെലിബ്രിറ്റീസ്, കുറേ ആക്ടേഴ്സ് വരുന്നുണ്ട്. അതിനോടൊപ്പം ഹിച്ചേക്കിംഗ് നൊമാഡെന്ന് പറയുന്ന ഞാനും അല്ലേ? അതേന്ന് പറ. അല്ല പിന്നെ നമ്മളെ വിട്ടുപോയില്ലെങ്കിൽ അതേന്ന് പറയാ. അതാ ഇവിടെ ഫുള്ള്, ഇവിടെ മലയാളികൾ ഫുള്ള്. അത് കുഴപ്പമില്ല, മലയാളികളുടെ പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഡാൻസ്, ഇതാ ഇവിടെ ഫുള്ള് ഡാൻസേഴ്സിന്റെ ബഹളം, എല്ലാവരും ഉണ്ട്. സ്റ്റുഡിയോയിലോട്ട് കയറാൻ തന്നെ പറ്റി നമ്മൾ ഈ Z+ കാറ്റഗറി ഉള്ള ആളുകളെ കാണാൻ വേണ്ടി പോകുന്ന പോലെയാണ് കേട്ടോ. കാരണം ഇവർക്ക് കുറേ പരിപാടിയുണ്ട്. നമ്മുടെ പ്രാക്ടീസൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. പ്രാക്ടീസ് സെക്ഷനാണ് ഈ കാണുന്ന സ്ഥലത്ത്. കാണുന്നതാണ് നമ്മുടെ മെയിൻ അരീന. ഇതാണല്ലേ ഷോ? ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ പരിപാടി നടക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ. ഇവിടെ നമ്മുടെ റിഹേഴ്സലൊക്കെ നടക്കുക. ഇതിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ജർമ്മനി ആണോ എന്ന് പോലും തോന്നിപ്പിക്കുകയാണ്. എൻ്റെ അമ്മോ, എന്തൊരു വെയില്! വെയിലാ, വീർക്കുന്നു കേട്ടോ. വീർക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഇട്ട ഷർട്ടാണ്, ഇവിടെ ടീഷർട്ടാണ്. ഇവിടെ വന്നപ്പം എന്താ പറയുക, ഭയങ്കര മോയ്സ്ചർ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ കഴുകി ഉണക്കി വീണ്ടും ഇട്ടതാണ്. വീണ്ടും വിയർപ്പായി. ഇവിടെ ഒരു ചേട്ടൻ എന്നെ സഹായിച്ചു നേരത്തെ ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടി. പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ പോയി എടുത്തു. കാരണം ഞാൻ ഓടി വന്നതാണ്, ടിക്കറ്റ് പോലും എടുത്തില്ല. ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ട്രെയിന് ഭയങ്കര ലേറ്റ് കേട്ടോ. ഇവിടെ ജർമ്മനിയിലെ ട്രെയിൻ എന്ന് പറയുമ്പോൾ പേര് കേട്ടത് ഇതിനാണ്. ഭയങ്കര ലേറ്റാണ്. എപ്പോഴും കറക്റ്റ് ടൈമിന് വരൂല. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ട്രെയിൻ വന്നു. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ എന്ത് ലേറ്റാ ട്രെയിന്. അവിടെ കണ്ടില്ല, എവിടെ കൊണ്ട് നമ്മുടെ ട്രെയിൻ നിർത്തിയിട്ടൊക്കെയാണ്. ഇതുപോലെയാണ് കേട്ടോ ഇവിടുത്തെ ട്രെയിനിൻ്റെ അവസ്ഥ. ഭയങ്കര ലേറ്റ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ട്രെയിന് ഫുള്ള് പഞ്ച്വാലിറ്റി ഒട്ടുമില്ലാത്ത ട്രെയിനാണ് കേട്ടോ. നമ്മൾ ഇന്ത്യ ട്രെയിനൊക്കെ നമ്മൾ കുറച്ച് കംപ്ലൈൻറ്റ് പറയില്ലേ, സത്യത്തിൽ ജർമ്മൻ ട്രെയിനും വളരെ മോശം. നമുക്ക് വിയർക്കണ് കേട്ടോ. ആദ്യമായിട്ടാണ് യൂറോപ്പിൽ വന്നിട്ട് ഞാനിങ്ങനെ കിടന്ന് വിയർക്കുന്നത്. ഇവിടെ ചെയ്യുവാൻ ഫോണിൻ്റെ കവറുണ്ട് ഇവർക്കൊക്കെ.
ഇഷ്ടമാണ് കേട്ടോ. കാരണം ചൂട് ജർമ്മനിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചൂട് അനുഭവിക്കുന്നത്. ജർമ്മനിയിലല്ല, യൂറോപ്പിൽ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ. ഇടയിൽ എനിക്ക് ഒരു സ്ഥലത്ത് പോകണമായിരുന്നു, ഒന്നും നടന്നില്ല. അവസാനം എൻ്റെ ഷോയ്ക്ക് പോകാനുള്ള മിസ്സാവും. അങ്ങനെ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നു. അവിടെ നിന്ന് പിന്നെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. എയർപോർട്ടിലോട്ടാണ് കേട്ടോ വന്നത്. പുള്ളി ഇവിടെയാണ്, മരിത്തിം ഹോട്ടൽ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ലാലേട്ടനൊക്കെ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ പോയി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വന്നു. ഷംജിത് ബ്രോ, എന്നുണ്ട് ആഫ്റ്റർ ലോങ് ടൈം നിങ്ങളുടെ പ്രൊഡക്ട്സ് എനിക്ക് കൊണ്ടുവന്ന് തന്നില്ലല്ലോ. പരിചയപ്പെടുത്തു. എന്തുണ്ട് വിശേഷം? ഇത് നമ്മുടെ പ്രിൻസ് അങ്കിളിന്റെ അനിയനാണല്ലേ, നമ്മുടെ ഓസ്ട്രേലിയ. പ്രിൻസ് അങ്കിൾ എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് വിയറ്റ്നാമിൽ പോയപ്പോൾ ഒരു 2-3 ദിവസം നിന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ പ്രോസി റെസ്റ്റോറന്റ് ഒക്കെ. എന്തുണ്ട് വിശേഷം ചേട്ടാ? കണ്ടതിൽ സന്തോഷം. അന്ന് വന്നപ്പോ കാണാൻ പറ്റിയില്ല കേട്ടോ നിങ്ങളെ. ഇവിടെ കുറെ പേരുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സ്റ്റേജ് ഫുള്ളാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇതിലേക്കൂടെയാണ് കേട്ടോ എൻട്രൻസ് കയറുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാം. സനലിനോടും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്ന ലോക എൻ്റർടൈൻമെൻറ്റ്സ് എപ്പിക് എക്സ്പീരിയൻസ് ടിക്കറ്റ്. ഇത് ജർമ്മൻ ഭാഷയാ ചേച്ചി. വെൽക്കം ടു ജർമ്മനി. നൈസ് ടു മീറ്റ് യു. ഹായ്. മനസ്സിലായില്ലല്ലേ ചേച്ചി? ഞാൻ ജിമ്മി, ഇത് ക്ലീറ്റസ്. ഈ ജർമ്മനിയിൽ ഞങ്ങൾ ഭയങ്കര ഫേമസ് ആണ് അല്ലേ? ഒരു മിനിറ്റ്. ഞങ്ങൾ അത്യാവശ്യം. നമസ്കാരം ചേച്ചി. ഞാൻ അച്ചായൻ, അച്ചമാസ് അച്ചാറിന്റെ MD ആണ്. അച്ചമ്മ എന്റെ ഭാര്യയാണ്. ചേച്ചിയുടെ പാട്ടെന്ന് പറഞ്ഞാൽ ചേച്ചി അമേസിംഗ് എന്ന് പറഞ്ഞാൽ വെറും അമേസിംഗ്. പാടിയല്ലേ? മഹാന്റെ ജന്മനാട്ടിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞതിലൊരു മലയാളി എന്ന രീതിയിൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ്. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധം കേവലം സാങ്കേതിക വിദ്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് ആശയങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും കൈമാറ്റം കൂടിയാണ്. സാങ്കേതിക വിദ്യയിലും ശാസ്ത്രത്തിലും ജർമ്മനി എന്നും ലോകത്തിന് വഴികാട്ടിയാണ്. ആ അറിവുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. തെളിയും
അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ലാലേട്ടൻ പുറത്ത് വരുവാണ് കേട്ടോ. പാവം കേട്ടോ, ഇതിന് എനിക്ക് സഹായിക്കുന്നത് നമ്മുടെ റംസാനാണ്. ബ്രോ ഹായ്, സോറി, റംസാനാണ് കേട്ടോ സഹായിക്കുന്നത്. പാവം, കാരണം റംസാൻ എല്ലാം അകത്തൊക്കെ കൊണ്ടുപോയി നമ്മുടെ ചിത്ര ചേച്ചിയാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ലാലേട്ടനെ കൊണ്ട് ഈ ടീഷർട്ട് ഒന്ന് ഇതാക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അവസരം നഷ്ടപ്പെട്ടു കേട്ടോ. ലാലേട്ടൻ ഓടി, അതുകൊണ്ട് എനിക്ക് അവസരം കിട്ടിയില്ല. ഞാൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാലേട്ടനോട് ഞാൻ ഓടിപ്പോയി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഹായ് പറയോ. ഇതാണ് അസീസിക്കായി പരിചയപ്പെടുത്തിയില്ല. അടിപൊളി, നല്ല പരിപാടിയായിരുന്നു. നിങ്ങളൊക്കെ വെലസിയല്ലോ. ശരിക്കും ഹായ് ഹായ് 4 മണിക്കൂർ ഹായ് ശരിക്കും എൻജോയ് ചെയ്തു. ഓ, എനിക്ക് തലപ്രാന്ത് പിടിച്ചു. സൗണ്ടും ഇതും. ഇവിടെ നമ്മൾ അരീനയുടെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വീട്ടിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ മാക്ക് മുതലാളികളെ വൈഫ്. ഹായ്. നിങ്ങളെ അവാർഡ്, ഇവർക്ക് അവാർഡൊക്കെ കിട്ടിയ കേട്ടോ. അമ്പം പരിപാടിയായിരുന്നു. എല്ലാരും കോട്ടൊക്കെ ഇട്ടതാ. നോക്കിക്കേ നല്ല അവാർഡൊക്കെ കിട്ടി. നല്ലൊരു ഓസ്കാർ അവാർഡ് ലാലേട്ടൻ്റെ കിട്ടിയ അവാർഡാണ് കേട്ടോ. ഇനി എന്ത് വേണം അച്ചീവ്മെന്റ്? ഇതിനേക്കാളും എന്താ വേണ്ടേ? ഇതിനേക്കാളും ജാനിഷിന് ഷെൽഫിൽ വെക്കാനുള്ള അവാർഡുകൾ അതെ ഒരുപാട് ഉണ്ടാക്കണം. മാപ്പായും മോനും ഒരേ കെട്ടാണല്ലോ. റെപ്ലിക്കായോ അത്? കഴിഞ്ഞ ദിവസം ലാലേട്ടനെ അവസാനം കാണാൻ വേണ്ടി നമ്മുടെ ഷംജിത് ബ്രോ ഇല്ലേ, പുള്ളി ലാസ്റ്റ് തന്നെ അവര് ലാലേട്ടനെ കണ്ടു കേട്ടോ. അവര് ലാലേട്ടൻ്റെ കൂടെ ഒരു 10-15 മിനിറ്റ് ലാലേട്ടനോട് അവര് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ ഷംജിത് ബ്രോയൊക്കെ ലാസ്റ്റ് ഞാൻ റംസാനാണ് കേട്ടോ എന്നെ വിളിച്ചോണ്ട് പോയത്. ലാലേട്ടനോട് ഫോട്ടോ എടുക്കാൻ ലാസ്റ്റ് ലാലേട്ടൻ അവിടെ നിന്ന് സ്കൂട്ടായി പുള്ളി എന്നിട്ട് UK പോയി. UK പിന്നെ പുള്ളിക്ക് പരിപാടിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ കിടന്നുറങ്ങിയ സ്ഥലം കാണിച്ചു തരാൻ കേട്ടോ. ചൂടായതുകൊണ്ട് ഞാൻ പുറത്ത് ബാൽക്കണിയാണ് കിടന്നത്. ബ്രോ ഒരു ഹായ് പറയും. ബ്രോന് വരുന്ന അഹമ്മദ് ഷമ്മാസ്. ഞാൻ രാവിലെ ഇവരുടെ കടയിൽ വരും. എന്നിട്ട് ഇവിടെ കടയിൽ നിന്ന് സാധനം എന്തെങ്കിലും എടുത്തോണ്ട് പോകും. എന്നിട്ട് പോയിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നത്. രാവിലെ 11 മണിയായിട്ടോ ഒന്നും കഴിച്ചിട്ടില്ല. ഇത് കൊണ്ടുപോയിട്ട് മോളിൽ പോയിട്ട് വേണം എന്തെങ്കിലും ഒന്നും കഴിച്ചില്ല രാവിലെ ആയിട്ട്. മാത്രമല്ല അത്യാവശ്യം നമ്മുടെ കേരളത്തിൻ്റെ യൂറോപ്പിൽ ഇപ്പോൾ എവിടെ നോക്കിയാൽ കേരളത്തിൻ്റെ അപ്പം, കേരളത്തിൻ്റെ പുട്ടുപൊടി എല്ലാം ഉണ്ട് കേട്ടോ. മലയാളികളുടെ എല്ലാം ഉണ്ട്. അതിനോടൊപ്പം തന്നെ തുർക്കിഷായിട്ട് അറബിക്ക് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ സ്നാക്സ്, ബനാന ചിപ്സ് എല്ലാം ഉണ്ട് ഇവിടെ സംഭവം. കഴിഞ്ഞ ദിവസം ഞാൻ കിടന്നത് ഇവിടെയാണ്. നട്ട് ചൂട് കണ്ടോ. വെയിലെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ. ഞാനിന്ന് കുളിക്കാൻ വേണ്ടി പോവാണ്. ഭക്ഷണം കഴിച്ചു വന്നു. ഇനി കുളിച്ചിട്ട് ഞാൻ ബെർലിനിലോട്ട് പോവാണ്. ജർമ്മനിയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള ബെർലിൻ ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഞാൻ ഇനി ഇവിടെ നിന്ന് വിടാൻ വേണ്ടി പോവാണ്. വരുന്നതിന് മുമ്പേ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബോളി എടുത്തുകൊണ്ട് പോവാണ് ഞാൻ. ഇതാണ് ബോളി. ബ്രോന് മനസ്സിലായോ? യെസ്, ഇതാണ് നമ്മുടെ പായസത്തിലൊക്കെ ബോളി പറയുന്ന. ബ്രോനെ അറിഞ്ഞൂടായിരുന്നു കേട്ടോ. എന്നെ കണ്ടിട്ട് എന്ത് തോന്നി ബ്രോ? ഞാന് മഹിനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് നമ്മളൊരു മീറ്റപ്പ് നടന്നത്. അതെ. അപ്പോ മഹിന് നല്ല ഫ്രണ്ട്ലി ആണ്. നമ്മള് 2 ദിവസമായിട്ട് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. നമ്മളെ മോഹൻലാൽ പരിപാടിക്ക് നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തു. സോ ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ് വിത്ത് യു. എനിക്ക് ഇവിടെ നിന്ന് നമ്മുടെ മാക്കിൽ ഇവരുടെ ടീം എനിക്ക് ഓൾറെഡി ഒരു 150 യൂറോൻ്റെ ഒരു ടിക്കറ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് പിന്നെ നമ്മുടെ ഷംജിത് ബ്രോയും പിന്നെ അവിടെ പോയപ്പം അവിടുത്തെ മെയിൻ ഓർഗനൈസർ പറഞ്ഞില്ല നീ ഫ്രണ്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് VVIP ടിക്കറ്റ് VVIPയിലാണ് കേട്ടോ എനിക്ക് സീറ്റ് കിട്ടിയത്. ബട്ട് അത് പോയിട്ട് അവിടെ ഫ്രണ്ടിൽ ഇരുന്നിട്ടൊന്നും കാര്യമില്ലായിരുന്നു. പിന്നെ നമ്മുടെ ലാലേട്ടനെ എന്തായാലും മിസ്സായി, കുഴപ്പമില്ല. തംബ്നെയിൽ ലാലേട്ടനൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു AI കഴിവാണ് കേട്ടോ. തംബ്നെയിൽ ലാലേട്ടനെ കണ്ടിട്ട് ലാലേട്ടൻ എവിടെയെന്ന് ചോദിക്കരുത്. ഒരു നാൾ ഞാൻ ലാലേട്ടനെ മീറ്റ് ചെയ്യും, അത് വേറെ കാര്യം. അപ്പം തംബ്നെയിൽ AI അല്ലാത്ത ഒറിജിനൽ തംബ്നെയിലിട്ട് ഞാൻ വീഡിയോ കാണിക്കുന്നതാണ്. പൊറോട്ട, മലബാർ പൊറോട്ട. UK പോയപ്പോഴും ധാരാളം മലബാർ പൊറോട്ട ഉണ്ട് കേട്ടോ. പൊറോട്ടകളൊക്കെ ധാരാളം ഉണ്ട്.
പിന്നെ ഇവിടെ ഉഴുന്നുവട ഉണ്ട്. പറ ഞാൻ പ്രൊമോഷൻ തരട്ടെ. നിങ്ങൾ ടിക്കറ്റ് തന്നതല്ലേ പ്രൊമോഷൻ, നിങ്ങളുടെ ടീമിന് ഞാൻ പ്രൊമോഷൻ തരാം. പറ. പിന്നെ ഇടിയപ്പം ഉണ്ട്, പരിപ്പുവട ഉണ്ട്, എല്ലാം ഉണ്ടോ? ലോകത്തിൽ കിട്ടുന്ന എല്ലാം കിട്ടോ? ചായ വേണോ? നമ്മുടെ നാട്ടിലത്തെ നല്ല ചായ അല്ല, ചായപ്പൊടി ഉണ്ട്. പിന്നെ എല്ലാം നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രീമിയം, ഐ മീൻ ഒരു വാട്ട് യു ഫീൽ, എന്താ പറയാ, ഒരു ഹോംലി ഫീല് കിട്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിട്ടോ. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ഞാൻ മുതലാളിയുടെ അടുത്ത് തന്നെ ചോദിക്കാം, മുതലാളി പറഞ്ഞു തരും. പറഞ്ഞോളൂ, നിങ്ങളെ സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞോളൂ. ഇന്നലെ താജ്മഹല് ഫുള്ള് ബ്രാൻഡാക്കി ഇതാക്കി ചെയ്തില്ലേ? നമ്മള് വേൾഡ് ഇന്റർനാഷണൽ സൂപ്പർ മാർക്കറ്റിലാണ് ഇപ്പൊ നിങ്ങളുള്ളത്. നിങ്ങൾ വിസിറ്റ് ചെയ്തല്ലോ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബെസ്റ്റ് ഇൻ യൂറോപ്പ് ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഒരു ഇന്റർനാഷണൽ എക്സോട്ടിക് സൂപ്പർ മാർക്കറ്റിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നന്നായിട്ട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഷോപ്പ് ഒന്ന് കാണിക്കാം ആളുകളെ, ഓഡിയൻസിന്, എന്നാൽ തന്നെ അവർക്കത് മനസ്സിലാവും. നമ്മൾ ഈ ഷോപ്പിലുള്ള 15,000+ ആർട്ടിക്കിൾസ് ഉണ്ട്. ഇതിനെ നമ്മൾ ഒരു ഇ-കൊമേഴ്സിലൂടെ നമ്മൾ മറ്റ് നമ്മളെ ഷോപ്പിന്റെ ആളുകൾ എത്തിക്കാന്നുള്ളതാണ്. ഇ-കൊമേഴ്സിന്റെ ഓപ്പണിംഗ് നമ്മൾ ജൂലൈ 1 ജൂലൈ 1 അതിന്റെ വർക്കുകളാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹായ് ബ്രോ. ഇവിടെ ഇ-കൊമേഴ്സിൽ അവര് സാധനങ്ങൾ കയറ്റിക്കൊണ്ട്, എന്താണ് വിശേഷം? പേരെവിടെയാ? നാടെവിടെയാ? കോട്ടയത്താണ്. ബ്രോന്റെ പേര് വിഷ്ണുനാഥ്. ഇവിടെ നമ്മുടെ വേറെ ഒരു ബ്രോ ഉണ്ട്. ബ്രോ ഹായ്. ബ്രോന്റെ പേരെന്താ? നാട്ടിലെവിടെയാ? പയ്യന്നൂർ. ഇവിടെ എത്ര വർഷമായി? 2 വർഷമായി. അപ്പൊ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഷോപ്പ്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും. ഇവിടുത്തെ ലൊക്കേഷൻ എവിടെയായിട്ടാ വരുന്നത്? മ്യൂൾഹൈം ആൻഡ് ദി റൂർ എസ്സൻ എന്ന് പറഞ്ഞിട്ടുള്ള എസ്സൻ ഡൂയിസ്ബർഗ് ഏരിയയിലായിട്ടാണ് വരുന്നത്. നമ്മൾ കണ്ടില്ല, ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മുടെ ഇത്രയും ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൂപ്പർ മാർക്കറ്റ്, നമ്മൾ ഇത്രയും ഒരു ഫ്രീസർ ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇനി ഇവിടെ ഒരു ഫ്രോസൺ ഏരിയ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രത്തോളം ലെങ്ത് ഉള്ള ഒരു ഷെൽഫും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് മീറ്റ്, നമ്മൾ ഡെയിലി ഫ്രഷ് മീറ്റ് ഉണ്ട്. നമുക്ക് മീറ്റ് കഴിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ചെയ്യാം. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ എന്റെ ഹിച്ചേക്കിംഗ് നൊമാഡ് കസ്റ്റമറുടെ ഫോളോവേഴ്സിന് നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കോ? നമ്മൾ 10% ഡിസ്കൗണ്ട് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മള് താജ്മഹൽ store.eu ലോഞ്ച് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് ജൂലൈയിലാണ് നമ്മള് ഈ ഇ-കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് 10% നിങ്ങളുടെ വൗച്ചർ കോഡ് വെച്ചാൽ 10% വൗച്ചർ കോഡ് വെച്ചാൽ നിങ്ങളുടെ വൗച്ചർ കോഡ് എന്താണോ നിങ്ങളെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് 10% വൗച്ചർ ഓഫർ കൊടുക്കാം. അപ്പോ നമ്മുടെ ഷോപ്പിന്റെ ജൂലൈ 1 താജ്മഹൽ.eu എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് യൂറോപ്പിൽ അക്രോസ് ഉള്ള ആളുകൾക്ക് ഗ്രോസറി പർച്ചേസ് ചെയ്യാം. NOMAD എന്നുള്ള കൂപ്പൺ കോഡ് കൊടുക്കുക, 10% ഡിസ്കൗണ്ട്. ഒരു ചെറിയൊരു കറക്ഷൻ കൊണ്ട് ഇനീഷ്യലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ജർമ്മനിയിലാണ് നമ്മൾ ഡെലിവറി ഉദ്ദേശിക്കുന്നത്. പക്ഷെ യൂറോപ്പിലോട്ടുള്ള എക്സ്പാൻഷനിലാണ് നമ്മൾ കമ്മിങ് സൂൺ. ചിലപ്പോൾ നെക്സ്റ്റ് മന്തിൽ തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ യൂറോപ്പിൽ ജർമ്മനിയിൽ ഓൾ ഓവർ ഇപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. നമ്മൾ നിയറസ്റ്റ് ആയിട്ട് ഓസ്ട്രിയ, നെതർലാൻഡ്, ബെൽജിയം, ആംസ്റ്റർഡാം, നെതർലാൻഡ്, ബെൽജിയം, ലക്സംബർഗ്, പ്രാഗ്, പോളണ്ട്, ഇത്തരം കൺട്രീസിലോട്ടും കൂടി എക്സ്പാൻഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അഗ്രിമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഡെലിവറി ലോജിസ്റ്റിക് ടീംസിനായിട്ട് ഡിസ്കഷനിലാണ് ഉള്ളത്. അത് കൺഫേം ആയാൽ അങ്ങോട്ടും എക്സ്പാൻഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ ജർമ്മനി, ഓൾ ഓവർ ജർമ്മനിയാണ്. അപ്പൊ കറന്റ് ജർമ്മനിയാണ്. ജർമ്മനിയിലുള്ള ആൾക്കാർ സൂക്ഷിച്ചോ. NOMAD മറക്കണ്ട. നൊമാഡ് എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ആഡ്. അപ്പോ NOMAD എന്ന് പറഞ്ഞ ഒരു കൂപ്പൺ കോഡ് ഇട്ടാൽ മതി, നിങ്ങൾക്ക് അതിൽ 10% കൂപ്പൺ കിട്ടും. അപ്പൊ കയറി ചെക്ക് ചെയ്യുക കേട്ടോ. ഞാൻ പോവാണ് കേട്ടോ. കാണാം കേട്ടോ. നമുക്ക് VNA കാണാം. പോട്ടോടാ. നമ്മുടെ ബ്രോ വന്നിട്ടുണ്ട്, സിറാജ് ബ്രോ. പുള്ളി ഒരു കഥ കേട്ടോ. അതായത് 6 വർഷം മുന്നേ, അതായത് നമ്മളിങ്ങനെ ട്രാവൽ ഗ്രൂപ്പ് വഴി ഇങ്ങനെ പരിചയമുള്ളതാണ് കേട്ടോ. അങ്ങനെ കോണ്ടാക്ട് ഉള്ളതാണ്. 6 വർഷം മുമ്പേ എൻ്റെ ഒരു ഫാമിലി ഇങ്ങനെ ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ സ്റ്റോറി എന്തോ ഇട്ടു ഇൻസ്റ്റാഗ്രാമിലല്ലേ. അപ്പോൾ ആരെങ്കിലും അവിടെ ഉണ്ടോ? അങ്ങനെ പുള്ളി വന്നു, ഫുഡ് പുറത്തോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ ഫാമിലിക്ക് കൊടുത്തു. അങ്ങനെ അന്നോട്ട് എനിക്ക് കമ്പനിയുള്ള ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറേ കോണ്ടാക്ട് ഉണ്ടല്ലോ, മറന്നുപോയി. പക്ഷെ ഇന്നലെ വന്നപ്പോൾ എൻ്റെ കണ്ടു, ഇങ്ങോട്ട് മിണ്ടി. അങ്ങനെ അന്ന് 6 വർഷമായിട്ടുള്ള പഴക്കമുള്ള കമ്പനി ബന്ധമാണ് ബ്രോ. അതെ, എന്നിട്ട് സുഖമല്ലേ? അപ്പൊ ബ്രോന്റെ കൂടെയാണ് കേട്ടോ നമ്മള് ബെർലിലോട്ട് പോകുന്നത്. ബ്രോന്റെ വൈഫുണ്ട്. ഹായ്. നമ്മുടെ കൊല്ലംകാരിയാണ് കേട്ടോ, നമ്മുടെ തെക്കാണ്. എന്നിട്ട് സുഖമല്ലേ? എന്താ തെക്ക് വടക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല. പേരെന്താ?
അമീറ. ഇവർ രണ്ടുപേരും ഇവിടെയാണ്. SL ആണല്ലേ ബ്രോ? ആഹൻ എന്ന് പറയുന്നത് നമ്മുടെ നെതർലാൻഡ് ബോർഡർ, നമ്മുടെ ഹോളണ്ടിന്റെ ബോർഡറിന്റെ അടുത്തായിട്ടുള്ള ഒരു നഗരമായിട്ട് ആഹനിൽ ഞാൻ പോയിട്ടുണ്ട്. ധാരാളം മലയാളികൾ ആഹനിലുണ്ട്. അങ്ങനെ നമ്മള് യാത്ര തുടങ്ങി. അവിടുന്ന് ഞാൻ വിട്ടു കേട്ടോ. പോകുന്ന വഴിയിൽ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കുറെ മരങ്ങള്. പെട്ടെന്ന് എനിക്കെന്തോ ഈ സ്ഥലം കണ്ടപ്പോൾ ചൈനയിലെ ഏതോ ഒരു സ്ഥലം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. അത് ഏത് സ്ഥലം എന്തോ ചൈനയിൽ എക്സാക്ട്ലി ഏതോ ഒരു സ്ഥലത്ത്, വാസ്റ്റ് കൺട്രിയിൽ ഏതോ ഒരു സ്ഥലത്ത് ഇതുപോലത്തെ ഉള്ള സ്ഥലത്ത് പോയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവർ ഹാഷിർ ബ്രോ, പിന്നെ ഇവിടെ നമ്മുടെ തൻവീർ ബ്രോ, സിറാജ് ബ്രോ നമ്മൾ പരിചയപ്പെടുത്തും അല്ലേ? വീഡിയോ പറഞ്ഞു അല്ലേ? നമ്മുടെ കൊല്ലത്താണ്. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? ഇവിടെ ധാരാളം കൊല്ലക്കാരുണ്ടോ? ഉണ്ട്, അത്യാവശ്യമുണ്ട്. നേരത്തെ ഇല്ലെന്നാണല്ലോ പറഞ്ഞേ. ഇത് മാറ്റിയോ? പ്ലേറ്റ് മാറ്റിയോ? ഹായ്, എന്തുണ്ട് വിശേഷം? ഒന്ന് സംസാരിക്കേ. എന്റെ മുടിയുടെ രഹസ്യമൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അതായത് 119 കൺട്രി യാത്ര ചെയ്തു ആളാന്നൊക്കെ പറഞ്ഞ് ആശാന്റെ ചോദിക്കാനുള്ളത് ഈ മുടി അങ്ങനെയൊന്നുമില്ല. ഞാൻ പൊതുവെ എല്ലാവർക്കും അറിയേണ്ട ഒരു ഇല്ല എനിക്കൊന്നും പൊതുവെ അങ്ങനെ ചില ആൾക്കാർക്ക് മുടി കൂടുതലോട്ടാവാറുണ്ട്. അപ്പൊ എനിക്കൊന്നും നിങ്ങൾക്കും ബ്രോയിനും മുടി ഉണ്ടല്ലോ. യാത്ര 4 മണിക്കൂർ യാത്രയിൽ ഓൾമോസ്റ്റ് പകുതി കംപ്ലീറ്റ് ആയ ഒരു പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്തോട്ട് വന്നു. ഇരുന്നിരുന്ന് ചടച്ചു കേട്ടോ. നമ്മുടെ സ്റ്റോറിന്റെ മുന്നിലായിട്ട് കള്ളന്മാരുടെ ഇതൊക്കെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് മോഷ്ടിച്ചതാണെന്ന്. ഇത് പുള്ളിക്കാരൻ എന്തോ ടൊബാറ്റോ ഫാക്ടറി നടത്തി 54 മില്യൺ യൂറോയുടെ ഇല്ലീഗൽ ടാക്സ് വെട്ടിച്ച ഒരു പുള്ളി. ഇത് വേറെ അല്ലാതെ ഒരു സൈബർ കള്ള ഇത് കാണിച്ചത്. പിന്നെ പുള്ളിക്കാരൻ മർഡർ ചെയ്തതാണ് കേട്ടോ. വെടിവെച്ച് വന്ന ഇവരുടെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പുള്ളി പിടിച്ചു കൊടുത്ത 5000 യൂറോ കിട്ടും. ഇപ്പോഴത്തെ യൂറോ റേറ്റ് വെച്ച് ഏകദേശം 5,50,000 രൂപ അടുപ്പിച്ച് കിട്ടും കേട്ടോ. കണ്ട സിറിയക്കാരി നോക്കിയോ അല്ലേ? അല്ല, അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ഒരുപാട് എന്താ അനുഭവം പറ. എല്ലാരും വന്നിട്ട് അറബി അറിയോന്ന് ചോദിക്കും. പിന്നെ അറബി അറിയാന്ന് മലയാളത്തിൽ ചോദിക്കോ? മലയാളത്തിൽ സംസാരിക്കും. ഞാൻ ജർമ്മനിൽ പറയും എനിക്ക് അറബി അറിയില്ല. ജർമ്മൻ ആൻഡ് ഇംഗ്ലീഷ് മലയാളം എന്നാ കേട്ടോ. കറക്റ്റാ. പിന്നെ ഈ ഇസ്ലാമോഫോബിയ നേരിട്ടിട്ടുണ്ടോ? ഇല്ല. അത് കുഴപ്പമില്ല. അല്ല, റൂളുണ്ട്. പിന്നെ മാത്രല്ല ഇവര് മനസ്സിന്റെ അകത്ത് വെച്ചിരിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. പുറത്ത് കാണിക്കില്ല. പറഞ്ഞൊരു പ്രശ്നമാണ്. അല്ല, നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ റൂളുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അവരത് വർക്കിന് കയറുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പറയും. എന്തെങ്കിലും ഇത് കാരണം ഹിജാബ് കാരണം പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്ന് റിപ്പോർട്ട് ചെയ്യാം. അവരെതിരെ ആക്ഷൻ എടുക്കുന്നു. അങ്ങനെ യാത്ര ചെയ്ത് അവസാനം വീട്ടിലെത്തി. അപ്പോൾ ഇനി നല്ല തേങ്ങ കേട്ടോ. 2 ദിവസത്തെ വീഡിയോ ആണ് ഞാൻ 1 ദിവസത്തെ വീഡിയോ ആക്കിയിട്ടത്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എല്ലാവർക്കും ബൈ.